പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ രണ്ട് കമ്പനിയുടെ മെറ്റീരിയൽസാണ് നമ്മളിതിനകത്ത് കാണിക്കുന്നത്. ഒന്ന് നമ്മുടെ യൂഷ്വലായിട്ട് ചെയ്യുന്ന നീലം ബ്രാൻഡിൻ്റെ ഐറ്റമാണ്. പിന്നെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നക്കോഡ പല്ലവി എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ബ്രാൻഡ്. അങ്ങനെ ഒരു രണ്ട് ബ്രാൻഡിൻ്റെ രണ്ട് രീതിക്കുള്ള മെറ്റീരിയലാണ്. ഒന്ന് പ്രോഷ്യൻ പ്രോസസ്സിങ്ങും ഒന്ന് രാജാടി പ്രോസസ്സിങ്ങിലും തന്നെ അജ്രക്ക് മെറ്റീരിയലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 150+ GST ആണ്. അപ്പോൾ GST ഉൾപ്പെടെ ഇതിൻ്റെ റേറ്റ് ഏകദേശം 157 സംതിങ് വരും. നമുക്ക് ഏകദേശം ഒരു 290 GSM-ൻ്റെ അടുത്ത് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് എല്ലാം തന്നെ. പിന്നെ ഇപ്പോൾ അജ്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരാണ് നമ്മുടെ അടുത്ത് അജ്രക്ക് എന്ന് ചോദിക്കുന്നത്. അജ്രക്ക് ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ ഇതിപ്പം കുറേ പേർക്ക് കൊടുക്കാൻ പറ്റാത്തതുണ്ട്. അതാണ് ഇപ്രാവശ്യം അത്യാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ ചിലരൊക്കെ ഡിലേ ആയിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും, അന്നേരമാണ് പിന്നെ കിട്ടാണ്ട് പോകുന്നത്. എന്തായാലും ഇത് നമുക്ക് ഒരു മാക്സിമം 2 ദിവസത്തേക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഹോൾസെയിൽ പ്രൈസ് ലഭിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് 10 പീസസാണ്. മിനിമം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 10 പീസാണ്. അതിൽ താഴെയുള്ളതെല്ലാം റീറ്റെയിലായിട്ടാണ് കിട്ടുള്ളൂ. ഈ ഐറ്റം നമുക്ക് റീറ്റെയിലും ഹോൾസെയിലായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ റീറ്റെയിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 240 രൂപയാണ്. ഷിപ്പിംഗ് ഫ്രീ ആണ്. ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ 10 പീസിന് ഇന്ത്യ പോസ്റ്റ് വഴിയാണെങ്കിൽ ഷിപ്പിംഗ് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ നിങ്ങളുടെ ഓർഡർ കൺഫേം ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സാധാരണ ഒരു 10 ബിറ്റ് അയക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ പോസ്റ്റിൽ 140 രൂപ വരും. കൊറിയറിനകത്താണെങ്കിൽ 11 പീസിന് 100 രൂപ വരും. ഇതിന് കുറച്ച് വെയിറ്റ് കൂടുതലുള്ളതുകൊണ്ട് അത് ചിലപ്പോൾ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് റേറ്റ് പറയാത്തത്. പിന്നെ കൂടുതൽ പീസൊക്കെ ആണെങ്കിൽ പാഴ്സലിലൊക്കെ അയക്കണമായിരിക്കും എപ്പോഴും ബെറ്റർ. പിന്നെ 40 പീസ് മിനിമം വേണം കേട്ടോ പാഴ്സലിൽ അയക്കാൻ. അതിൽ താഴെയുള്ളത് നമ്മൾ അയക്കാറില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഴ്സൽ എന്ന് പറഞ്ഞാൽ എല്ലാ വലിയ വലിയ ഐറ്റംസും പോകുന്നതാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ ചെറിയൊരു പാക്കേജ് പോയിട്ട് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 40 എന്നുള്ളൊരു ക്വാണ്ടിറ്റി പാഴ്സലിന് വച്ചിട്ടുള്ളത്. കമ്പനിക്കാർ നമ്മുടെ അടുത്ത് അങ്ങനെ തന്നെയാണ് പറഞ്ഞേക്കണം, അങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാഴ്സൽ വഴി എടുക്കണവർ ഒരു 40 മിനിമം എടുക്കാൻ ട്രൈ ചെയ്യുക. നമ്മുടെ മറ്റുള്ള ഐറ്റംസൊക്കെ ഇല്ലേ, നൈറ്റി വിത്ത് ഷാൾ, അങ്ങനെ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു 30 എടുത്താൽ നമുക്ക് പാഴ്സൽ അയക്കാൻ പറ്റും. അതൊക്കെയെന്ന് പറയുമ്പോൾ അത്യാവശ്യം സൈസ് വരും നമ്മൾ പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. ആരും ഇതിൻ്റെ ഒന്ന് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എടുത്തിട്ട് അയക്കൊന്നും വേണ്ട. നമ്മൾക്ക് ഏതാ ഡിസൈൻ വേണ്ടതെന്നുള്ളത് നമ്മൾ അയച്ചു തരുമ്പോൾ അന്ന് ചൂസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. നമ്മുടെ വാട്സാപ്പിൽ ഹോൾസെയിലായിട്ട് വേണ്ടവർ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിസൈൻസ് കിട്ടും. പിന്നെ വർക്കിംഗ് ടൈം അല്ലാതെ ഇപ്പോൾ ചെറിയൊരു ഡിലേ ഉണ്ടാവും ഡിസൈൻസ്. അപ്പോൾ ഏത് മെറ്റീരിയലിൻ്റെ കിട്ടാനാണെങ്കിലും അപ്പോൾ ഡിസൈൻസ് കിട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓർഡർ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഈ ബിറ്റ് അല്ലാണ്ട് തന്നെ നമുക്ക് സാധാരണ നൈറ്റി മെറ്റീരിയൽ 320 എല്ലാ കോട്ടൺ ഷോൾ ഐറ്റംസൊക്കെ നമുക്ക് സ്റ്റോക്കിലുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിച്ചാൽ മതി. എല്ലാ അതിൻ്റെയും ഫോട്ടോസ് ആ നമ്പറിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയാണ്. നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം. ലോങ്ങിൽ നിന്നൊക്കെ വരുന്നവരൊന്ന് വിളിച്ചിട്ട് വരിക. ഇച്ചിരി ബെറ്റർ ആയിരിക്കും വിളിച്ചിട്ട് വരുവാണെങ്കിൽ. ഐറ്റം ഓർഡർ ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഡിസൈൻസ് കിട്ടും. ആ ഡിസൈൻസ് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ അഡ്രസ്സ് അയച്ചു കൊടുത്തിട്ട് ഇന്ത്യ പോസ്റ്റ് ആണോ കൊറിയർ ആണോ എന്നുള്ളത് പറയുക. കൂടുതൽ പീസസ് ഉള്ളത് യൂഷ്വലി എപ്പോഴും പാഴ്സലിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ അഡ്രസ്സ് അയച്ചു തരുമ്പോൾ പിൻകോഡ് അയക്കാൻ മറന്നു പോകരുത്. എപ്പോഴും പലരും നമ്മൾ വീണ്ടും വീഡിയോയിൽ എടുത്തെടുത്ത് പറഞ്ഞാലും പിൻകോഡ് അയക്കാതെ പോകുന്നവരുണ്ട്. അപ്പോൾ പിന്നെ കോൺടാക്ട് നമ്പർ തരുമ്പോൾ നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കോൺടാക്ട് നമ്പറോടെ എക്സ്ട്രാ വെച്ചേക്കുക. അപ്പോൾ അത് നമ്മുടെ അടുത്ത് പ്രത്യേകം പറയണം, ഇന്നത്ത് കിട്ടില്ല എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാട്സാപ്പിൽ നമുക്ക് മെസ്സേജ് ചെയ്യുന്ന നമ്പറാണ് മെയിൻ കോൺടാക്ട് നമ്പറായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണത് പറഞ്ഞത്. അപ്പോൾ അത്ര നന്ദി. ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് സെയിൽ ഓർഡർ തരും. സെയിൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ, ഈ 3 വഴിയും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം ഏറ്റവും പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഒരു ദിവസം വരെയാണ് മെറ്റീരിയൽ നിങ്ങൾ ഓർഡർ ഡിപ്പെൻഡ് ചെയ്ത് കീപ്പ് ചെയ്ത് വയ്ക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഓർഡർ ക്യാൻസലായി പോകും. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്കിപ്പോൾ കുറച്ച് ഡിസൈൻസാണ് ഇഷ്ടപ്പെട്ടുള്ളൂ. ഇപ്പോൾ ഒരു ലോട്ടിനകത്ത് കുറച്ച് ഡിസൈൻസാണ് ഇഷ്ടപ്പെട്ടുള്ളൂ. അത് മാറ്റി വയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കാം. അങ്ങനെ മാറ്റി വയ്ക്കാൻ മിനിമം ഒരു 10 പീസ് എന്നുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. അത് നമ്മൾ ചെറിയൊരു വ്യത്യാസം അതിന് അടുത്ത സമയത്ത് വരുത്തായിരിക്കും. അത് ഉറപ്പായിട്ടില്ല, അന്നേരം പറയാം. അപ്പോൾ എത്ര പീസാണോ മിനിമം 10 പീസ് എന്തായാലും മാറ്റി വയ്ക്കണം. അതിൽ താഴെ നമ്മൾ മാറ്റി വയ്ക്കില്ല. മാറ്റി വയ്ക്കണതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മളത് മാറ്റി വയ്ക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കതിപ്പോൾ മാസം അങ്ങനെ എടുത്ത് വെച്ച് 2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു 100-200 പീസൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് എടുക്കാം. അതൊക്കെ പോസിബിളാണ്. ഈ വീഡിയോയ്ക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ ഒരു ഡിവൈസ് ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം കൂടുതൽ ഷെയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു ഇതിനകത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വീഡിയോ എടുത്തൊന്ന് പെർഫെക്റ്റ് ആവണം, എന്നാലാണ് അത് കറക്റ്റ് ഓക്കെ വരുള്ളൂ.
അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ പ്രാവശ്യത്തേക്ക് ഒന്ന് ക്ഷമിച്ചേക്കുക. പിന്നെ മാക്സിമം വാട്സാപ്പിൽ കോൾ ചെയ്യണതൊന്ന് ഒഴിവാക്കാൻ നോക്കണം. നമ്മളെ വർക്കിനെ ഒരുപാട് അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ഡിവൈസിലും ഒരേ സമയം കോള് കയറി റിങ് ആവും. അതുകൊണ്ടാണ് നമ്മൾ കോൾ ചെയ്യുന്നത് ഒഴിവാക്കുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടാൽ മതി. നമ്മളത് തിരക്കുള്ള സമയത്ത് മാത്രമൊക്കെയാണ് ഒരു കുറച്ച് വൈകി നമ്മൾ മെസ്സേജ് നോക്കുന്നത്. അല്ലാത്തപ്പം നിങ്ങൾക്ക് മാക്സിമം 10 മിനിറ്റ് ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മാക്സിമം കുറച്ചുകൊണ്ട് വരികയാണ്. ഇപ്പോൾ തിരക്കുള്ളപ്പോഴും വിത്തിൻ 10 മിനിറ്റ്സിൽ ഒരു റെസ്പോണ്ട് അല്ലെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്നുള്ള റിപ്ലൈ നിങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളൊരു ഇതിനകത്തേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് പേര് ഓർഡർ ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് നമ്മൾ കോളിൻ്റെ കാര്യം പറഞ്ഞത്. പിന്നെ സൺഡേയ്സ് നമ്മൾ വർക്കിംഗ് അല്ല, ലീവാണ്. സൺഡേയ്സ് നിങ്ങളിപ്പോൾ ഈ ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ നമ്മുടെ ഷോപ്പിലായിരിക്കും ഫോണ്, അതുകൊണ്ടാണ് ആ കാര്യം പറയുന്നത്. പിന്നെ ഒരുപാട് പേര് കൊറിയറിൻ്റെ അല്ലെങ്കിൽ പാഴ്സൽ സർവീസിൻ്റെയൊക്കെ ഡെലിവറി ടൈം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, കൊറിയറാണ് നിങ്ങൾ അയക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതായത് ഇന്നൊരു ദിവസം നിങ്ങൾ പേയ്മെൻ്റ് എല്ലാം ചെയ്ത ഐറ്റം ഉച്ചയ്ക്ക് മുമ്പാണ് പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഐറ്റം ഇവിടെ നിന്ന് ഡിസ്പാച്ച് ആവും. ആ ഐറ്റം ഇന്ന് അയച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ ഒരു 12 മണിക്ക് മുന്നേ ആയിട്ട് കേരളത്തിലെ 95% സ്ഥലങ്ങളിലും ഡെലിവേർഡ് ആവാറുണ്ട്, എത്താറുണ്ട്. കൊറിയറിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് ഡിലേ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൊറിയറിൻ്റെ ഓഫീസിൽ നമ്പർ അറിയാമെങ്കിൽ അവരുടെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അവിടെ ഉണ്ടാവും, അവർ വിളിച്ചില്ലെങ്കിലും. പിന്നെ അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ട്രാക്കിങ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇന്ത്യ പോസ്റ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കേരളത്തിൻ്റെ അകത്ത് എവിടെയും കിട്ടും. ഔട്ട്സൈഡ് കേരളയാണെങ്കിൽ ഒരു 5 വർക്കിംഗ് ഡേയ്സ്, അതിൽ കൂടുതലൊന്നും ഇന്ത്യ പോസ്റ്റ് താമസിക്കാറില്ല. പിന്നെ നമുക്ക് പാഴ്സൽ സർവീസ് അതുപോലെ തന്നെയാണ്. നമ്മുടെ പറഞ്ഞാൽ ഒരു 3 വർക്കിംഗ് ഡേയ്സാണ് അവർ പറയുന്നത്. 3 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തും, ഔട്ട്സൈഡ് കേരളയാണെങ്കിൽ ഒരു 5 വർക്കിംഗ് ഡേയ്സ്, അതിനുള്ളിൽ ഔട്ട്സൈഡ് കേരളയിൽ തമിഴ്നാട്, കർണാടക ആ ഒരു റീജിയനൊക്കെ പാഴ്സൽ സർവീസ് കവർ ചെയ്ത് പോകും. പിന്നെ മെസ്സേജ് ചെയ്തിട്ട് മെറ്റീരിയൽ ഇല്ല, അല്ലെ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് ഒന്നും വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ നെക്സ്റ്റ് ഡേ ചോദിച്ചാൽ ചിലപ്പോൾ പുതിയ മെറ്റീരിയൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ കാണുന്നവർക്കടുത്ത് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് 3 ദിവസം കഴിഞ്ഞിട്ടാണ്, അല്ല 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ മെറ്റീരിയൽ തീർന്നിട്ടുണ്ടാവും എന്ന് ഓർത്തുകൊണ്ട് ആരും ഇരിക്കണ്ട. നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പുതിയ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് കിട്ടും, ഡിസൈൻസ് കിട്ടും. നമ്മൾ സ്റ്റോക്ക് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫ്രീ കിട്ടുന്ന സമയത്താണ് നമ്മൾ വീഡിയോ ഏറ്റവും കൂടുതൽ ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം ഒന്ന് ക്ലിയർ ആക്കാനുണ്ടായിരുന്നു, അത് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞതാണ്. ആദ്യം തന്നെ പറയേണ്ട കാര്യമായിരുന്നു. നമ്മളത് അടുത്ത വീഡിയോയിൽ നമ്മളൊന്നുകൂടെയും ആദ്യമായിട്ട് ഉൾപ്പെടുത്താൻ നോക്കാം. സോ ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഡിസൈൻസും കാര്യങ്ങളെല്ലാം. എല്ലാവർക്കും എല്ലാ ഡിസൈൻസും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അജ്രക്കൊക്കെ ഇപ്പോൾ എല്ലാം എന്നാ പറയണേ, നല്ല ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ്. പുതിയ ഐറ്റംസൊക്കെ എടുത്ത് ബിസിനസ് ചെയ്യാൻ നോക്കുക. നമുക്കപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.